ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇതാണ് എൻ്റെ റിയൽ കോലം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 10 മണിയായി. കടയിലെ കാര്യങ്ങൾ, പാത്രം കഴുകൽ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനലൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസമായി ഈ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം എന്നെ കാണാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് എന്നെ അറിയുന്നവരുണ്ട് കുറേ പേര്. അപ്പോൾ അവർ അയ്യോ ധന്യനെ കണ്ടില്ലല്ലോ എന്നുള്ള മൈൻഡൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരുമായിട്ട് ഒന്ന് പറയണേ. ഞാൻ വന്നിട്ടേ ഉള്ളൂ, ഇന്നൊന്ന് മേലൊക്കെ കഴുകണം കേട്ടോ. അപ്പം രാവിലെ വെച്ച പൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താ അവിടെയും ഇങ്ങനെ കറുപ്പ് കളർ കാണുന്നത് എന്നൊക്കെ പണ്ട്, ഇനി അതിനൊരു നെഗറ്റീവ് അടിക്കണ്ട. ഞാൻ പോകുന്നതേ ഉള്ളൂ, വയ്യ, കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്താ കാണാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നു എന്നെ. അപ്പോൾ ഞാൻ കടയിൽ ഉണ്ണിയപ്പവും പിന്നെ ഉച്ചയ്ക്ക് നാടൻ ഊണും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളാണ്. അതിൻ്റെ കുറച്ച് തിരക്ക് ഒന്ന് റണ്ണിങ് ആയി. എങ്ങനെയാണ് നമുക്ക് അത് റണ്ണിങ് ആക്കുക, അതിനെങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ഒരു ടെൻഷനിലാണ്. അപ്പോൾ കുഴപ്പമില്ല, ദൈവം സഹായിച്ചിട്ട് 36 പേര് ഊണ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു കടാക്ഷം തന്നെ. നമ്മൾ കൊടുക്കുന്ന ഫുഡ് കുഴപ്പമില്ലാത്തത് രീതിയിലാവുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും. അപ്പം നമ്മളെന്തായാലും വീട്ടിലെ ഭക്ഷണം എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെയാണ്. അല്ലാണ്ട് അതിൽ പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ എന്താ പറയാൻ വന്നത്, പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ നമ്മുടെ കൂടെ കൂടുക. ഇത് നമ്മളൊരു ഫാമിലി വ്ളോഗായിട്ട് നമ്മൾ ഇടുകയാണ് കേട്ടോ. അതുപോലൊരു ചെറിയ ചെറിയ വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത് തന്നെയാണ്. അപ്പോൾ എന്നെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വയ്യ, ഭയങ്കര ക്ഷീണം. അപ്പോൾ എന്തായാലും ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, വിശേഷങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ബൈ ബൈ.